ഹലോ ഗായ്സ്. അപ്പോ എന്തിനാ സ്റ്റക്കാക്കി ആ പറ. ഓ പറഞ്ഞോ. ഇന്നത്തെ വീഡിയോ സാരി എടുക്കുന്ന വല്ല അടിപൊളി സാരിയാണല്ലോ കിട്ടിയത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നീ അപ്പൊ നേരം നിക്കടി. ഞാൻ ഓണാക്കട്ടെ. ഒന്നാമത് കമന്റ് വരും. അപ്പൊ നമ്മളെ ശ്രദ്ധിക്കാൻ ശ്രമിക്കാം. ഒന്നാമത് ഈ വേഷത്തിൽ വന്ന് എന്തായാലും മോശം. കാരണം ഇവർക്ക് ഈ ഒരു വേഷം ഞാൻ സാരി വളരെ ഈസി ആയിട്ട് എടുക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് ഇവന്മാർക്ക് ചിലപ്പം വളരെ മോശമായിട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാണ്. ഓണാക്കുന്നതിന് മുന്നേ കറക്റ്റ് നോക്ക്. കുഴപ്പമൊന്നുമില്ലല്ലോ. എവിടെ കാണില്ലേടി? ഓ നീ മിഡി ടോപ്പ് ഇട്ട പോലെ ഉണ്ട്. ഓക്കെ. അപ്പഴേ എന്താ പറയാ, എനിക്ക് പേടിയാണോ അല്ലെങ്കിൽ തന്നെ നമ്മള് മോശം കമന്റ് കേൾക്കുന്നുണ്ടോ? അത് എന്താ നമ്മള് സാരി എടുക്കാൻ പറഞ്ഞ ഗേൾസിന് അനുയോജ്യമായ ഇതല്ലേ. ഇപ്പൊ എന്ത് പറയാനാ? ഞാനോണോ അപ്പൊ ഉണക്കി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇന്ന് നമ്മളിവിടെ ചെയ്യാം. അല്ല നിനക്ക് മാറിപ്പോയോ? നീ ഇപ്പൊ യൂട്യൂബ് എന്നല്ലേ പറഞ്ഞേ? യൂട്യൂബിലേക്കുള്ള രണ്ടൊന്നാണല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ബ്ലൂ സാരി. എന്റെ അമ്മയുടെ സാരിയാണ് ഗൈസ്. എന്റെ അമ്മയുടെ സാരിനെ കണ്ട ഗൈസ് പിന്നെ ചുറ്റുള്ളതൊന്നും കാണൂല. എന്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാരിയാണ് ഗൈസ്, നീല സാരി. അപ്പൊ അമ്മയുടെ സാരി ഉടുക്കുന്നത് ഏറ്റവും വലിയ സ്വപ്നമാണ് ഗൈസ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് വീഡിയോ വന്നിരിക്കുന്നത് സാരി ഇങ്ങനെ 1 മിനിറ്റിൽ ഈസി ആയിട്ട് ഉടുക്കുന്ന രീതിയായിട്ട് ഞാൻ നിങ്ങൾക്ക് 1 മിനിറ്റിൽ ഈസി ആയിട്ട് ഉടുക്കുമ്പോ നമുക്കിപ്പോ കല്യാണത്തിൽ പോകുമ്പോ 2 മണിക്കൂർക്ക് വേണ്ടിയല്ലോ. അപ്പൊ നീ എന്ത് ചെയ്യും? 1 മിനിറ്റോട് വാദിക്കാൻ പറ്റില്ല. ഒക്കെ പറയേ. അതിന്റെ സൗണ്ട് ഇതിലേക്ക് കേൾക്കുന്നില്ല. ഇതിൽ ഇന്റെ സൗണ്ടാ കേൾക്കുന്നത്. ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാ നിൽക്കും കുതിര. ഓക്കെ. അടിപൊളി സാരിയാ ഗൈസ. അവിടുന്ന് ചുറ്റാൻ പോകുന്നത്. ഓക്കെ ഓക്കെ. ആദ്യം അവിടെ കുത്തി ബാക്ക് കൂടി റൗണ്ട് അടിച്ച് കൊണ്ടുവരിക അല്ലേ? ഓക്കെ. ചുറ്റിയതിനു ശേഷം എന്റെ ഒരു രീതിയാണ്, ആരും അനുകരിക്കരുത്. അവളുടെ ഒരു രീതി കേട്ടോ, ആരും അനുകരിക്കുന്ന പറയുന്നത്. അവള് സാരി എടുക്കുന്ന രീതി വാച്ചൊക്കെ കെട്ടിട്ടാണ് ലേഡീസ് സൂപ്പർ സ്റ്റാർ സാരി എടുക്കുന്നത്. നമ്മുടെ ലേഡീസ് സൂപ്പർ സ്റ്റാർ അഞ്ജന നായർ സാരി എടുക്കുന്നത് അടിപൊളി യൂക്കൻ വാച്ചൊക്കെ കെട്ടിട്ടാണ്. വായ അടയ്ക്കുന്ന കേട്ടോ ഓള് പറയുന്നത്. ഇപ്പൊ സാരിയല്ലേ എടുക്ക്. ഗൈസ് അങ്ങനെ അവള് ചുറ്റിക്കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയത് എന്താ പറയാ, ചെക്കൻ ഞങ്ങൾക്ക് ഓൾറെഡി ഇവിടെ കുത്തുന്ന കാണിച്ചതുണ്ട്. ഇവിടെ നിലം വൃത്തിയൊക്കെടാ. അപ്പൊ ആ വൃത്തി മഴ പെയ്തിട്ട് അമ്മ ഞങ്ങൾക്ക് അത്രയും കഷ്ടപ്പെട്ട് എടുത്തതാണ്. അപ്പൊ മഴ പെയ്തിട്ട് അത് അങ്ങോട്ട് നിലത്ത് വെക്കുന്നത് ശരിയല്ല. എനിക്ക് എന്താ മനസ്സിലൊരു വിഷമം പോലെ. അപ്പൊ നമ്മളിതാ ഇവിടുന്ന് അങ്ങോട്ട് ചെറിയ രീതിയില് ഇങ്ങനെ നടു ടച്ച് ചെയ്യേ. നടു ടച്ച് ചെയ്തിട്ടുണ്ട് മോളോ. നീ അത് വിഷമിക്കണ്ട മോളോ. അപ്പൊ നമ്മളിത് ഒന്നാമത്തെ ഇതിന് നെഗറ്റീവ് കമന്റ്സ് ഇടരുത്. കാരണം എനിക്ക് എന്തിനാണ് ഇങ്ങനെ ഇടുന്നത്? അതാണ് ഏറ്റവും കൂടുതൽ കാരണം ഞാൻ കണ്ടു ചില കമന്റ്സ് ഒക്കെ ഞാൻ വായിച്ചു. നമ്മളിങ്ങനെ കുത്തിയതിന് ശേഷം ഇതാണ് എനിക്ക് ചെറിയൊരു ടെൻഷൻ ആയിട്ടുള്ള ഒരു പരിപാടി. അതെ നേരെ 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 ആക്കു കുട്ടി. ഞാൻ ആക്കിയതിനു ശേഷം ഓക്കെ ഓക്കെ. അടിപൊളി യൂത്ത് സാരി കേട്ടോ. ഞങ്ങളുടെ അമ്മയുടെ സാരിയാണ്. ഓക്കെ. നേരെ നേരെ കാണാം. അപ്പൊ നമുക്ക് ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഉടുക്കട്ടോ. ഇങ്ങനെ ഉടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആണ്. അല്ലെങ്കിൽ നമുക്ക് വാവ് അടിപൊളിയായിട്ട്. അപ്പൊ അടിപൊളിയായിട്ട് അടിപൊളി വാച്ചൊക്കെ ഇട്ടിട്ട് നമ്മുടെ ലേഡീസ് സൂപ്പർ സ്റ്റാർ അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ അഞ്ജന നമുക്ക് കാണിച്ചത്. ലെവല് വേണമെങ്കിൽ ലെവലായിട്ട് കുത്താട്ടോ. അപ്പൊ അതും പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഓക്കെ. അവൾക്ക് അടിപൊളിയായിട്ട് അവൾ ഉടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാവരും ഉടുക്കാൻ ശ്രമിക്കാം. ചെറിയൊരു റാംബാൾ കൂടി നടത്താം. ഓക്കെ. റാംബാൾക്ക് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കൊറേ പേര് ചോദിക്കുന്നുണ്ട് ഫാഷനിൽ കുറച്ച് റാംബാൾക്ക് നടത്താൻ.
என் பேரு மீனாகுமாரி, என் ஊரு கன்னியாகுமரி. லல்லல்லா லல்லல்லா ലല്ലല്ലാ ലല്ലല്ലല്ല. ഏതൊക്കെയോ പാട്ട് വരുന്നൊന്നും വരുന്നില്ല ഇപ്പൊ, കയ്യിലൊന്നും കിട്ടുന്നില്ല. പക്ഷെ ഏതൊക്കെയോ പാട്ട് മനസ്സിലിങ്ങനെ വരുന്നുണ്ട്. തേൻ 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 ഉന്നെ തേടിയാലെന്തേ ഒരു പിള്ളை அழகே சிறந்தே.